എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഹരിപ്രസാദാണ്. നമ്മളിന്ന് മഹാഭാഗ്യവും കോടീശ്വര യോഗം, ധനയോഗം, ഐശ്വര്യം, സ്വർണ്ണാഭരണ ലാഭം, ഭൂമി ലാഭം എന്ന് വേണ്ട ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് ഒരു കാര്യം വ്യാഴത്തിൻ്റെ രാശിമാറ്റവുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വെറുതെ ആൾക്കാരോട് പറഞ്ഞിട്ട് പോകുകയല്ല ചെയ്യുന്നത്. അതെന്താണ് അങ്ങനെ വരുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണവും തെളിവ് സഹിതമാണ് ഇത് പറയുന്നത്. ഇത് ശരിയല്ല എന്നുണ്ടെന്ന് വരിയിൽ നമ്മൾ അതിനെ ഖണ്ഡിക്കണം എന്നുള്ളതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. ഒന്നുകിൽ കമൻറ്റ് ബോക്സിന് താഴെ ഇന്ന കാരണം കൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യം ശരിയല്ല എന്ന് പറയണം. നിങ്ങളാരും അങ്ങനെ പറയുന്നില്ല. അങ്ങനെ ഒന്ന് രണ്ട് പേര് പറയുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ശനിയുടെ രാശിമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ അത് വ്യാഴത്തിൻ്റെ രാശിമാറ്റവുമായി ബന്ധപ്പെട്ട ഉള്ള കാര്യമായിരിക്കത്തില്ല ഉണ്ടാവുന്നത്. വ്യാഴത്തിൻ്റെ കാര്യം പറയുമ്പോൾ വ്യാഴത്തിൻ്റെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും വ്യാഴത്തിനെ കൊണ്ട് നമുക്കുണ്ടാകുന്ന ഈ ഫലങ്ങളും പറയുന്നു. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. 12 വർഷത്തിലൊരിക്കൽ മാത്രമേ മിഥുനം രാശിയിലേക്ക് വ്യാഴം ഇപ്പോൾ വരികയുള്ളൂ. അതായത് വ്യാഴത്തിൻ്റെ കേന്ദ്രഭാവം എന്ന് പറയും. വ്യാഴം നിൽക്കുന്നതിൻ്റെ 4, 7, 10 ഭാവങ്ങളാണ് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രത്തിൽ നിന്നും 4, 7, 10 ഭാവങ്ങളാണ് വ്യാഴത്തിൻ്റെ കേന്ദ്രഭാവം എന്ന് പറയുന്നത്. 12 വർഷത്തിലൊരിക്കൽ മാത്രമേ വ്യാഴം ഈ മിഥുനം രാശിയിൽ വരുത്തുകയുള്ളൂ. കഴിഞ്ഞ 2013 മെയ് മാസത്തിലായിരുന്നു വ്യാഴം ഇവിടെ ഉണ്ടായിരുന്നത്. അവിടുന്ന് 12 വർഷം ഇങ്ങനെ പോയി 2025 മെയ്യിലാണ് ഇനി തിരിച്ച് മെയ്യിലേക്ക് മിഥുനം രാശിയിലേക്ക് ഈ വരുന്ന 2025 മെയ് മാസം 14-ാം തീയതി രാത്രി 10:40 വ്യാഴം വരുന്നു. ഇനി ഇവിടുന്ന് ഇദ്ദേഹം ഇങ്ങോട്ട് യാത്ര തിരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ 2037 മെയ് മാസത്തിൽ മാത്രമേ തിരിച്ചിവിടെ വരത്തുള്ളൂ. ഇതുകൊണ്ടാണ് ഈ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നത്. ഇത് വെറുതെ പറയുകയാണ് എന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ അതിനോട് നമുക്ക് യോജിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇത് പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴം കേന്ദ്രഭാവത്തിലേക്ക് മിഥുനം രാശിയിലേക്ക് വരുമ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ ഫലങ്ങളാണ് വരുന്നത്, ആർക്കൊക്കെയാണ് അനുകൂല ഫലം ഉണ്ടാകാത്തത്, എന്തുകൊണ്ടാണ് നമുക്ക് അനുകൂല ഫലം ഉണ്ടാകാത്തത്, വ്യാഴം നേരായ രാശിയിൽ വന്നു അല്ലെങ്കിൽ ജ്യോതിഷന്മാരായിട്ടുള്ള ആളുകൾ പറയുന്ന ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി വന്നിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ഫലസിദ്ധി ഉണ്ടാകാത്തത്. ഈ രണ്ട് കാരണവും വ്യാഴം വന്നാലുള്ള ഫലവും ആണ് പറയുന്നത്. കുറച്ച് പേർക്ക് പ്രതികൂലം വരും, എന്നാൽ കൂടുതൽ പേർക്ക് അനുകൂലമായിട്ടും വരും. ഇത് 12 വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇതിന് പ്രാധാന്യം പറയുന്നത്. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം കേന്ദ്ര രാശിയായിട്ടുള്ള മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മിഥുനക്കൂറിലുള്ള നക്ഷത്രങ്ങൾ നിങ്ങൾ അറിയണം. മകയിരത്തരയും തിരുവാതിരയും പുണർദത്തിൽ മുക്കാലും നക്ഷത്രക്കാരായിട്ടുള്ള മിഥുനക്കൂറുകാർക്ക് 1-ാം ഭാവം എന്ന് നിങ്ങൾ കരുതണം. ഇവിടെ ചന്ദ്രൻ വരുന്ന ആൾക്കാർ ഇവിടെയാണ് നിങ്ങൾക്ക് മകയിരത്തരയും തിരുവാതിരയും പുണർദത്തിൽ മുക്കാലുകാർക്ക് ചന്ദ്രൻ വരുന്നത്. അപ്പം നിങ്ങളുടെ 1-ാം ഭാവം എന്ന് നിങ്ങൾ കണക്കൂട്ടണം. നിങ്ങളുടെ ജന്മത്തിലേക്ക് വ്യാഴം വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? വ്യാഴം ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. പുണർദത്തിൽ കാല് പൂയോ ആയില്യം നക്ഷത്രക്കാർക്ക് വ്യാഴം ഇവിടോട്ട് വരുമ്പോൾ 12-ാം ഭാവത്തിലേക്കല്ലേ നിങ്ങൾക്ക് വ്യാഴം വരുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് ഇപ്പോൾ 11-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം പുണർദത്തിൽ കാല് പൂയോ ആയില്യം നക്ഷത്രക്കാർക്ക് എവിടെ ആകുന്നു? ചാരവശാൽ 12ലേക്ക് മാറുന്നു. ലാഭത്തിലുണ്ടായിരുന്ന ആള് നഷ്ടത്തിലേക്ക് മാറുന്നു. അപ്പം അത് ഫലം പറയാതിരിക്കാൻ പറ്റുമോ? അപ്പം തെറ്റ് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അനുകൂലമല്ല, നിങ്ങൾക്കിപ്പോൾ സമയം അനുകൂലമല്ല എന്ന് ആരോടെങ്കിലും ഒരു രാശി കണ്ടെത്തി അത് കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ നിങ്ങൾ ഞങ്ങളെ വഴക്ക് പറയാൻ വേണ്ടിയിട്ടല്ല അതിനു വേണ്ടി ശ്രമിക്കേണ്ടത്. അതിനെന്താണ് അവർ പറയുന്ന പരിഹാരം? ആ പരിഹാരം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം. ഒരു ഗ്രഹം രാശി മാറിയത് കൊണ്ട് മാത്രം അനുകൂലം ഉണ്ടാവത്തില്ല. ഒരു രാശിയിൽ ഒരു ഗ്രഹം പ്രതികൂല സ്ഥാനത്തോട്ട് മാറിയോണ്ട് മാത്രവും നമുക്ക് പ്രതികൂലമായിട്ട് വരത്തില്ല. അതിൻ്റെ കാരണം നമ്മുടെ ചെയ്യുന്ന കർമ്മഫലങ്ങൾ വളരെയധികം ഉത്തമമായിട്ടും നമ്മുടെ പ്രവൃത്തികൾ ഇതുവരെ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ നല്ല ഭാവത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വേറെ ഏതെങ്കിലും രൂപത്തിലായിരിക്കും നമ്മളെ വന്ന് ബാധിച്ചിട്ട് പോകുന്നത്. അപ്പം 2025 മെയ് മാസം 14-ാം തീയതിയോടുകൂടി വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അതിശക്തമായിട്ടുള്ള ധനയോഗം, വസ്ത്രാഭരണ ലാഭം, ധനയോഗം, അതുപോലെ തന്നെ നമുക്ക് പല വിധത്തിലുള്ള ഐശ്വര്യങ്ങളുണ്ടാകും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അത് ഒരാൾക്ക് മാത്രമല്ല, മറ്റുള്ള രാശിയിലേക്കും അത് പ്രതിഫലിക്കും. കുറച്ച് പേർക്ക് പ്രതികൂലമായി മാറും. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഇവിടെയാണ് വ്യാഴം നിൽക്കുന്നത്. 2025 മെയ് മാസം 14-ാം തീയതി വരെ വ്യാഴം ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ മകയിരത്തരയും തിരുവാതിരയും പുണർദത്തിൽ മുക്കാലുകാർക്ക് ഇപ്പോൾ വ്യാഴം നിലവിൽ എവിടെയാണ്? 12ലാണ് നിൽക്കുന്നത്. ആ 12 നിൽക്കുന്ന വ്യാഴം നിങ്ങൾക്ക് എങ്ങോട്ട് വരുന്നു? നിങ്ങളുടെ ജന്മത്തിലേക്ക് വരുന്നു. നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടകാലം വിട്ടൊഴിഞ്ഞു മാറുന്നു.
ഇന്ന് പറയണ്ടേ? കൃത്യമായിട്ടല്ലേ ഇത് പറയുന്നത്? തെറ്റാണെങ്കിൽ തെറ്റാണ്, ഇയാൾ പറയുന്നത് തെറ്റാണ്, നിങ്ങൾ ജ്യോതിഷം പറയണ്ട എന്ന് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പക്ഷേ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം പറയുമ്പോൾ അത് അംഗീകരിച്ചു തരണം, എങ്കിൽ മാത്രമേ പറ്റൂ. അതിൻ്റെ കാരണം ചന്ദ്രൻ 28 ദിവസം കൊണ്ട് ഇത്രയും രാശികൾ കടക്കും. ഒരു മാസം കൊണ്ട് ഇത്രയും രാശി കടക്കും. അപ്പം അടുത്ത മാസം ആകുമ്പോൾ വീണ്ടും കടക്കും. അപ്പോൾ ഇവിടെ 28 ദിവസം കൂടുമ്പം ചന്ദ്രൻ്റെ വരവ് കാരണം മകേരത്തരയും തിരുവാതിരയും പുണർത്തത്തിൽ മുക്കാൽ വരുന്ന മിഥുനക്കൂറുകാർക്ക് ഗജകേസരി യോഗം സംഭവിക്കും. പറയണ്ടേ? പറയണം. അപ്പോൾ മിഥുനക്കൂറുകാരായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് അതിശക്തമായിട്ടുള്ള ഭാഗ്യം, ധനയോഗം, അതുപോലെ തന്നെ വസ്ത്ര ആഭരണ ലാഭം, ഭൂമിയോഗം, അതുപോലെ തന്നെ ഉള്ള സർവ്വ ഐശ്വര്യം എന്നാണ് പറയുന്നത് ജ്യോതിഷത്തിൽ. അപ്പോൾ സർവ്വ ഐശ്വര്യം ഉണ്ടാകും, നിങ്ങൾക്ക് വിദ്യാപുരോഗതി ഉണ്ടാകും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ 12-ലല്ലായിരുന്നോ? അപ്പോൾ 12-ലുണ്ടായിരുന്ന ആൾ ജന്മത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കഷ്ടകാലം തീരുന്നു. മകേരത്തരയും തിരുവാതിരയും പുണർത്തത്തിൽ മുക്കാലും എങ്ങനെ പറയുന്നു? വ്യാഴം ജന്മത്തിലേക്ക് വന്നാൽ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യമാണ് പറയുന്നത്. ഗ്രന്ഥം എടുത്ത് കാണിക്കാനുള്ള സമയമില്ല, അടച്ചു വെച്ചു പോയി. സൗഖ്യം, ആകർഷകത്വം, ഗാംഭീര്യം, വിദ്യാഗുണം, വസ്ത്ര ആഭരണ ലാഭം, ധനലാഭം, ഇത്രയുമാണ് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞാൽ പോരാ, നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അപ്പം മിഥുനക്കൂറുകാർക്ക് ഈ പറയുന്ന വ്യാഴത്തിൻ്റെ രാശി മാറ്റം കൊണ്ട് ഇത്ര ശക്തമായൊരു ഫലം ജ്യോതിഷപരമായിട്ട് പറയുന്നുണ്ട്. ഇല്ലെന്ന് പറഞ്ഞേ പറയട്ടെ. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് കന്നിക്കൂറുകാർക്ക്, ഉത്തരത്തിൽ മുക്കാല് അത്തം ചിത്തിര അര വരുന്ന കന്നിക്കൂറുകാർക്ക് നിങ്ങൾക്ക് ഇതുവരെ വ്യാഴം 9-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. ഭാഗ്യസ്ഥാനത്തായിരുന്നു നിന്നുകൊണ്ടിരിക്കുന്നത്. കള്ളമല്ലല്ലോ, സത്യമല്ലേ പറഞ്ഞത്? വ്യാഴം ദാ ഇവിടെയാണ്. ഇപ്പം ഞാൻ ഇങ്ങോട്ട് മാറ്റി കുറിച്ചിരിക്കുന്നത് 2025 മെയ് 14 മുതലുള്ള ഫലമാണ് പറയുന്നത് കൊണ്ടാണ് വ്യാഴത്തെ ഇങ്ങോട്ട് കുറിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇനി അത് തെറ്റായിട്ട് പറയരുത് പറയുന്നവർ. അപ്പം ഭാഗ്യസ്ഥാനത്തുണ്ടായിരിക്കുന്ന 4-ാം ഭാവാധിപനും 7-ാം ഭാവാധിപനും കന്നിക്കൂറ് ചന്ദ്രൻ നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കും വരുന്നത്. അപ്പം ഉത്തരത്തെ മുക്കാലും അത്തവും ചിത്തിരേരെയും കന്നിക്കൂറുകാർക്ക് വ്യാഴം 9-ൽ നിൽക്കുന്ന വ്യാഴം 4-ാം ഭാവാധിപനും 7-ാം ഭാവാധിപനും ആയിട്ടുള്ള ആള് കർമ്മത്തിലേക്ക് വരുന്നു. കർമ്മം, തൊഴിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്ക് തൊഴിൽ പുരോഗതി ഉണ്ടാകും, തൊഴിൽ കിട്ടും. തൊഴിലുള്ളവർക്ക് തൊഴിലിൽ മേൽഗതി ഉണ്ടാകും. തൊഴിൽ ആഗ്രഹിച്ച് PSC ടെസ്റ്റൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതുപോലുള്ള ആളുകൾക്കെല്ലാം തൊഴിൽപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും. അപ്പോൾ 2-ാം ഭാവത്തിൽ പറയുന്നു എന്താണ്? വമ്പിച്ച ധനമുണ്ടാകും, ഒരു കണക്കില്ലാത്ത ധനം ഉണ്ടാകുമെന്ന് ഗ്രന്ഥത്തിൽ പറയുന്നു, എഴുതി വെച്ചിട്ടുണ്ട്. ആര് വന്നാലും ആ ഗ്രന്ഥം എടുത്ത് കാണിച്ചു കൊടുക്കാം. വിദ്യാഗുണം ഉണ്ടാവും. വിദ്യാഗുണം ആർക്കാണ് ഉണ്ടാകുന്നത്? കുട്ടികൾക്ക് മാത്രമല്ല, നമ്മൾ പഠിച്ച തൊഴിലിന് ഒരു അനുസൃതമായിട്ടുള്ള ഒരു തൊഴിൽ. നമ്മൾ പലരും എന്നെ വിളിക്കാറുള്ള ആൾക്കാർ പറയാറുണ്ട്, ഞങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയി വിസിറ്റിംഗ് വിസയ്ക്ക് വന്ന് ഇവിടെ കിടക്കുവാണ്, ഞാൻ പഠിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തൊഴിലല്ല എനിക്ക് കിട്ടിയിരിക്കുന്നത്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്താ വേണ്ടത് എന്ന് ഉള്ള ഒരു കാര്യം വരണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിക്കാറുണ്ട്. നിങ്ങളൊന്നും ചെയ്യേണ്ട, ഇപ്പോൾ അനുകൂല ഭാവത്തിലേക്ക് വരുവാണ്. ഈ കന്നിക്കൂറിലുള്ള ഉത്തരത്തെ മുക്കാല് അത്തം ചിത്തിരാര നക്ഷത്രക്കാർക്ക് വമ്പിച്ച ധനം, വിദ്യ കൊണ്ട് ഗുണം, ബുദ്ധി, സന്തോഷം, സത്വാക്കുകൾ, നിങ്ങൾക്ക് നല്ല വാക്കുകൾ ഉണ്ടാകും നിങ്ങളുടെ വായിൽ നിന്നും. നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന വിഷമസ്ഥിതി വിട്ടൊഴിഞ്ഞു മാറും. ആര് പറയുന്നു? ജ്യോതിശാസ്ത്രം പറയുന്നു. ഇപ്പം ഇതെന്താ പറയുന്നത്? ഗ്രന്ഥത്തിൽ നോക്കി എഴുതി വെച്ചിട്ടാണ് പറയുന്നത്. ഒരു പോലീസുകാരൻ്റെ അടുത്ത് നമ്മളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പം അവർ IPC ഇന്ന വകുപ്പ് പ്രകാരം എന്ന് പറയുന്നത് എന്തിനാ? അങ്ങനെ ഒരു നിയമത്തെ എടുത്തിട്ട് നമ്മുടെ മുന്നിലോട്ട് പറയുവാണ്. അതുപോലെ തന്നെയാണ് നമ്മളിത് പറയുന്നത്. ഒരു ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള കാര്യമായിരിക്കത്തില്ല പറയുന്നത്, അദ്ദേഹം പഠിച്ച തിയറി അനുസരിച്ചുള്ള ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും. ഒരു അഡ്വക്കേറ്റിനോട് ചെന്ന് നോക്കിക്കുക, നിങ്ങൾ ഉടൻ തന്നെ അദ്ദേഹം ഒരു ബുക്ക് എടുക്കും, അതിൽ ഇന്ന വകുപ്പ് പ്രകാരമുള്ള ശിക്ഷയ്ക്ക് നിങ്ങൾ അർഹനാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന കാരണം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ യോഗമുണ്ട് എന്ന് എങ്ങനെ പറയും? ഈ ബുക്ക് നോക്കിയിട്ട് പറയും. അന്ന് പറഞ്ഞാൽ നമുക്ക് ജ്യോതിശാസ്ത്ര ഗ്രന്ഥത്തിൽ പറയുന്നു നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്തിൽ നിൽക്കുന്ന ആളാണ് പറയുന്നത്. നിങ്ങളുടെ ആരാണ്? 4-ാം ഭാവാധിപനും 7-ാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴം കർമ്മത്തിലേക്ക് വരുന്നു. ഇത്രയും വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് വേണേൽ ഫലം പറഞ്ഞു പോകാം. കന്നിക്കൂറുകാർക്ക് ധനയോഗം, സർവാഭരണ ലാഭം, ഇത്രയും പറഞ്ഞാൽ മതിയോ? പോരാ. തെളിവ് എന്താണ് അങ്ങനെ പറയുന്നതിൻ്റെ തെളിവ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം കന്നിക്കൂറുകാർക്ക് അതിശക്തമായിട്ടുള്ള ഫലം ഒന്നുകൂടെ പറയുന്നു. വമ്പിച്ച ധനം, വിദ്യാഗുണം, ബുദ്ധി, സന്തോഷം, സത്വാക്കുകൾ ഉണ്ടാകുന്നു. നേരെ ധനുവിലേക്കാണ് വരുന്നത്. ധനു വ്യാഴത്തിൻ്റെ മൂലക്ഷേത്രം കൂടിയാണ്. മൂലക്ഷേത്രം കൂടിയാണ് വ്യാഴത്തിൻ്റെ. അപ്പം ധനുവിലേക്ക് വ്യാഴത്തിൻ്റെ നേരെ നോട്ടം ഇങ്ങോട്ട് വരുവാണ്.
ധനുവിൽ ആരൊക്കെയാ ഉള്ളത്? മൂലവും പൂരാടം ഉത്രാടത്തിൽ കാലുകാർക്ക്. എന്തുകൊണ്ട് ഫലം പറഞ്ഞുകൂടാ? എന്തുകൊണ്ട് ഐശ്വര്യം പറഞ്ഞുകൂടാ? എന്തുകൊണ്ട് ദോഷം വരുമെന്ന് പറയാൻ പറ്റും? അതായത് സ്വന്തം വീട്ടിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി നേരെ മൂലത്തിൽ നക്ഷത്രത്തിലോട്ട്, മൂലം പൂരാടം ഉത്രാടത്തിൽ കാലുകാർക്ക്. എന്തൊക്കെയാണ് ഫലം പറയുന്നത്? വ്യാഴം 7ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഭാര്യാപുത്രാദിലാഭം എന്ന് പറയുന്നു. ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? എന്താ ഭാര്യാപുത്രാദിലാഭം? കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന യുവതീ യുവാക്കൾക്ക് മംഗല്യം തരപ്പെട്ടു വരും. മംഗല്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. കേസാണെങ്കിൽ കേസ്, അതല്ല പിണങ്ങി നിൽക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ യോജിക്കും. ഭാര്യാപുത്രാദിലാഭം എന്ന് മാത്രമേ ജ്യോതിശാസ്ത്ര ഗ്രന്ഥത്തിൽ പറയുന്നുള്ളൂ. സുഖം എന്ന് പറയുന്നു. എന്ത് സുഖം? ആരെങ്കിലും നമ്മളെ സുഖപ്പെടുത്തുവാണെന്നാണോ ചോദിക്കുന്നത്? നമുക്ക് സുഖം ഉണ്ടാകുന്നു, നമുക്ക് ദുഃഖം ഉണ്ടെങ്കിൽ അതിന് നേരെ വിപരീത ഫലത്തിലേക്ക് എത്തും എന്ന് ജ്യോതിശാസ്ത്ര ഗ്രന്ഥം പറയുന്നു. വിദേശഗമനം ഉണ്ടാകും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന നൂറുകണക്കിന് യുവതീ യുവാക്കൾ ഉണ്ട്. സ്ഥലം കാണാൻ പോകുന്നവരല്ല. വിദേശഗമനത്തിന് അതങ്ങനെയല്ല പറയുന്നത്. വിദേശഗമനം എന്ന് പറഞ്ഞാൽ അവിടെ പോയി നമുക്കൊരു മേൽഗതി ഉണ്ടാകുന്നതിന് ആഗ്രഹിച്ച് യൂറോപ്പിലോട്ടോ ഫ്രാൻസിലോട്ടോ ജർമ്മൻ ഭാഷ പഠിച്ച് നിൽക്കുന്ന കുട്ടികൾക്കോ ഒക്കെ ഏത് വിധത്തിൽ മൂലം പൂരാടം ഉത്രാടത്തിൽ കാലുകാർക്ക് വിദേശഗമനം ഉണ്ടാകുമെന്നും, അതുപോലെ തന്നെ യുദ്ധജയം എന്ന് പറയുന്നു ഗ്രന്ഥത്തിൽ. യുദ്ധം ജയിക്കും. ഇവിടെ യുദ്ധമുള്ളത്. അപ്പം ജ്യോതിഷൻ എന്ത് പറയണം? നിങ്ങൾക്ക് എന്തെങ്കിലും കേസ് വഴക്കുകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് മാറ്റം ഉണ്ടാകും. യുദ്ധത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന യുദ്ധം, നിങ്ങളൊരു ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു കേസ് കൊടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് കൊടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തു സംബന്ധമായിട്ടുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം കൊടുത്തിരിക്കുകയാണ്. യുദ്ധത്തിൽ ജയിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ഭാഗത്തേക്ക് നീതിയുടെ വെളിച്ചം ഉണ്ടാകും എന്ന് ജ്യോതിഷൻ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ നിങ്ങൾ യുദ്ധത്തിൽ ജയിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തിരികെ വട്ടാന്ന് പറയും, ഇല്ലയോ? അപ്പം അടുത്തായിട്ട് എന്താ? ധനധാന്യ ലാഭം, പുണ്യകർമ്മങ്ങൾ. അപ്പം ധനധാന്യ ലാഭം, ധാന്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഐശ്വര്യം ഉണ്ടാകുക, വീട്ടിൽ ധനധാന്യങ്ങൾ ഉണ്ടാവുക. പുണ്യതീർത്ഥ ലാഭം, അതായത് പുണ്യതീർത്ഥാടനം നടത്തുക, ഏത് സ്ഥലത്തോട്ടായാലും ഉണ്ടാകും. അപ്പം ഇന്നലെ എന്നോട് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ വീഡിയോസിലും വന്നൊരാൾ ചോദിച്ചു, അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഞങ്ങൾ അന്യമതസ്ഥർക്കുള്ള ഒരു കാര്യവും നിങ്ങൾ പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഇത് അന്യമതസ്ഥർ എന്ന് പറഞ്ഞൊരു ഭാഗം ജ്യോതിഷത്തിലില്ലല്ലോ. അപ്പം ഇന്ന മതക്കാരെന്ന് പറയുന്നില്ല, മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ലോകത്തുള്ള സർവ്വ ആളുകളെയും നമുക്ക് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ അറിയാൻ പറ്റും. ലോകത്തുള്ള എല്ലാവരും ധനപരമായിട്ട് ഒരുപോലെയല്ല, കാണാൻ ഒരുപോലെയല്ല, അവരുടെ തമ്പ് ഇംപ്രഷൻ ഒരുപോലെയല്ല, റെറ്റിന ഒരുപോലെയല്ല. ഇങ്ങനെ എന്തൊക്കെ വ്യത്യാസങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ലോകത്തുള്ള സർവ്വ ആളുകളും വ്യത്യസ്തരാണ്. കോടീശ്വരന്മാരുണ്ട്, ഭിക്ഷക്കാരുണ്ട്. ഒരേ ദിവസം ജനിച്ച അംബാനിയുടെ മോന് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ അതേ ഡേറ്റിൽ ഒരു ഭിക്ഷക്കാരന് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരുടെയും നക്ഷത്രം ഒന്ന് തന്നെയായിരിക്കും. അപ്പം നക്ഷത്രഫലം പറയുമ്പോഴത്തേക്കിന് അംബാനിയുടെ മകനോ അല്ലെങ്കിൽ അതുപോലുള്ള വ്യക്തികളുടെ മകനോ അനുഭവിക്കുന്ന ഗുണമായിരിക്കുമോ മറ്റേ ഭിക്ഷക്കാരനായിട്ടുള്ള ഒരു കുട്ടിയുടെ മകൻ ജനിക്കുമ്പോൾ ഉണ്ടാകുന്നത്? അപ്പോൾ രണ്ടുപേരുടെയും നക്ഷത്രം ഒന്നുപോലെയല്ലേ, ബർത്ത് ഡേറ്റ് ഒന്നല്ലേ? പക്ഷേ പൂർവ്വജന്മാർജിത കർമ്മത്തിൻ്റെ ഫലവും കൂടി നമ്മളതിനകത്ത് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? അപ്പം അന്യമതസ്ഥർക്ക് എന്ന് പറഞ്ഞൊരു ഭാവമില്ല. നിങ്ങൾ തന്നെ നിങ്ങൾ വേറെ മതക്കാരനാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഒരു ദൈവത്തെ പ്രാർത്ഥിക്കുന്നു. പണ്ഡിതനും പാമരനും ഉയർന്ന രാജാവും ഷെയ്ഖും ഇങ്ങേയറ്റം നമ്മൾ ഏറ്റവും താഴേക്കടയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു തൊഴിലാളിയാണെങ്കിൽ വിചാരിച്ചോ, അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് ചിന്തിച്ചോ, നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നത് ഒരേ ദൈവത്തെ പോലെ. പക്ഷെ എന്തുകൊണ്ട് മനുഷ്യർക്ക് ഒരുപാട് പേർക്ക് കോടാനുകോടി രൂപ കൊടുക്കുന്നു, എന്തുകൊണ്ട് ഇവർക്ക് കിട്ടുന്നില്ല? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതിൻ്റെ കാരണം നമ്മുടെ കഴിഞ്ഞ ജന്മാർജിതമായിട്ടും ഈ ജന്മാർജിതമായിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് നമ്മൾ ഇന്നടത്ത് ഇന്ന ആളിൻ്റെ മകനായിട്ട് ജനിക്കേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ടാണ്. അല്ലാതെ ദൈവത്തിന് മതവേർതിരിവോ അല്ലെങ്കിൽ മനുഷ്യ വേർതിരിവോ ജാതി വേർതിരിവോ അങ്ങനൊന്നും ഇല്ല. അതുകൊണ്ട് പറയുന്ന പരിഹാരങ്ങൾ നിങ്ങൾ ഈ നക്ഷത്രക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അനുഭവത്തിൽ വരും. നിങ്ങൾ ഏത് മതസ്ഥരാണെങ്കിലും വരും. അപ്പം ഗുണം പറഞ്ഞാൽ അത് മൂലം നക്ഷത്രക്കാരൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മൂലം പൂരാടം ഉത്രാടത്തിൽ കാലുകാർ ആരാണോ അവർക്ക് ഈ പറയുന്ന കാര്യം അനുഭവത്തിൽ വന്നിരിക്കും. ഇനി എന്തുകൊണ്ട് വരുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് അനുഭവത്തിൽ വരുന്നില്ല എന്നുള്ളത് ഇപ്പോൾ ഉടൻ തന്നെ അതിൻ്റെ കാരണം പറയാൻ പോവുകയാണ്. അതിൻ്റെ കാരണം ഇപ്പോൾ പറയാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് വ്യാഴത്തിൻ്റെ മാറ്റം വന്നാലും നമ്മുടെ അവസ്ഥ മാറാത്തത് എന്താണ് എന്നുള്ളത് നിങ്ങളെ പഠിപ്പിച്ചിട്ട് മാത്രമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് മീനക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത്. ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ശനിയുടെ വീഡിയോയ്ക്കകത്ത് പറയുന്നു, നിങ്ങൾക്ക് വ്യാഴം സ്വക്ഷേത്രാധിപൻ
സ്വക്ഷേത്രാധിപനായിട്ടുള്ള വ്യാഴം 4-ാം ഭാവത്തിലേക്ക് വരുന്നു. നിങ്ങൾക്ക് കണ്ടകശിനി ഉണ്ടെങ്കിൽ പോലും വ്യാഴം 4-ലേക്ക് വരുന്നു. 3-ൽ നിൽക്കുമായിരുന്നു ഇത്രയും കാലമായിട്ട്. നിങ്ങൾക്ക് 1 വർഷമായിട്ട് വ്യാഴം 3-ലായിരുന്നു. ഇത്രയും കാലമായിട്ട് അതിന് മുമ്പ് 2-ലായിരുന്നു. അതിനു മുമ്പ് ജന്മത്തിലായിരുന്നു 4 വർഷം മുമ്പ്. അതിനു മുമ്പ് 5 വർഷം മുമ്പ് 12-ലായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ഇതാണ്ട് വ്യാഴം ഇങ്ങോട്ട് വരുന്നു. ആർക്ക്? മീനക്കൂറുകാർക്ക്. ആരൊക്കെയാ? പൂരുരുട്ടാതികാൽ ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് വ്യാഴം 4-ലേക്ക് വരുന്നു. സത്യമല്ലേ? 3-ലല്ലായിരുന്നോ? 4-ലേക്ക് വരുന്നില്ലേ? കേന്ദ്രസ്ഥാനത്തേക്ക് വരുന്നില്ലേ? വരുന്നു. സത്യമല്ലേ? അപ്പം എന്താണ് പറയുന്നത്? മാതൃഗുണം. ജ്യോതിഷത്തിൽ പറയുക എന്താ മാതൃഗുണം? പുതിയൊരമ്മയെ കിട്ടുമെന്നാണോ അല്ല പറയേണ്ടത്? അല്ല, മാതാവിന് എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങളോ രോഗങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അത് ദോഷമായിട്ടുള്ള വിട്ടൊഴിഞ്ഞു മാറും. മാതൃ കുടുംബത്തിൽ നിന്നുള്ള എന്തെങ്കിലും സഹായങ്ങളെ കൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകും. അമ്മാവന്മാരുടെ സഹായം ഉണ്ടാകും. അല്ലെങ്കിൽ മാതൃ കുടുംബത്തിൽപ്പെട്ടവരുടെ ഗുണം ഉണ്ടാകും. അല്ലെങ്കിൽ മാതൃ കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഓഹരികളോ ധനയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ പണം വാങ്ങിയിട്ട് തിരിച്ചു തരാറുണ്ടെങ്കിൽ മാതൃഗുണങ്ങളുണ്ടാകും എന്ന് പറയുന്നു. ആർക്ക്? മീനക്കൂറുകാർക്ക്. രണ്ടാമത് എന്താ പറയുന്നത്? വാഹന ലാഭം, ഗൃഹലാഭം, രാജയോഗഫലം, കുടുംബസൗഖ്യം. ഇത് പറയാതിരിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ പറ്റും, പറ്റത്തില്ലെങ്കിൽ പറ്റത്തില്ല. അപ്പം പറ്റും. ഇങ്ങനെ തന്നെ പറയുന്നു ഇവിടെ ഗ്രന്ഥത്തിൽ പറയുന്നു. ആരെങ്കിലും വന്നാൽ ഗ്രന്ഥം എടുത്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പം ഇത് കൃത്യമായ ഫലമല്ലേ? ഇനി ഇങ്ങോട്ട് വരുമ്പോൾ മറ്റാൾക്കാർക്ക് ഇച്ചിരി ദോഷങ്ങൾ വരുമ്പം ഞാനത് പറയുമ്പം ആ നക്ഷത്രക്കാർക്ക് എന്നെ ചീത്ത വിളിക്കാൻ തോന്നും. അപ്പോൾ ഇത്രയും പേർക്ക് എന്നോട് എനിക്ക് സന്തോഷം തോന്നും. തിരുമേനി പറഞ്ഞ നാവ് പൊന്നായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വരും. ഇത് ഞാനല്ല പറയുന്നത്, ജ്യോതിഷമാണ് പറയുന്നത്. ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടാക്കിയതല്ല. അതുകൊണ്ടാണ് നേരത്തെ പോലീസുകാരൻ്റെയും അഡ്വക്കേറ്റിൻ്റെയും കഥ പറഞ്ഞത്. അവരുണ്ടാക്കിയതല്ല നിയമം. അപ്പം അവർ നിയമത്തെ എടുത്ത് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞ പോലെ ജ്യോതിഷ ഗ്രന്ഥം, ആചാര്യന്മാരെഴുതിയിട്ടുള്ള ഗ്രന്ഥത്തെ എടുത്ത് ഒരറ്റം മൂലവും മാത്രം പഠിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്കുടെ മുന്നിലേക്ക് വരുന്നു. അറ്റവും മൂലം എന്ന് പറയാൻ കാരണം എന്താ? അതേ പറ്റൂ. ജ്യോതിശാസ്ത്രത്തിൽ മുങ്ങിക്കുളിക്കാൻ ഈ ജന്മം പോരാതെ വരും. 7 ജന്മം പോരാതെ വരും. ഇനി ഈ ശാസ്ത്രം എന്നല്ല, നിങ്ങൾ ഇനി ഏത് ശാസ്ത്രം എടുത്താലും അങ്ങനെ തന്നെ. അപ്പം അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമ്മളെന്ത് പറയുന്നത്? കടലിൽ നിന്നും ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ടാണ് കടലിലെ വെള്ളത്തെ മൊത്തത്തിൽ നമ്മൾ തീരുമാനിക്കുകയാണ്. മിഥുനം, കന്നി, മൂലം വരുന്ന ധനു, മീനം നക്ഷത്ര കൂറുകാർക്ക് ഈ പറയുന്ന കാര്യം അനുഭവത്തിൽ വന്നിരിക്കും. നിങ്ങൾ ഡേറ്റ് എഴുതി വെച്ചോ. 2025 മെയ് 14 മുതൽ 1 വർഷക്കാലത്തേക്ക്. അത് കഴിയുമ്പോൾ വ്യാഴത്തിൻ്റെ രാശി മാറുമ്പോൾ അതിനനുസരിച്ച് ചില വ്യത്യാസങ്ങൾ വരും. എല്ലാവർക്കും വ്യത്യാസം വരും. കാരണം ഞാനിപ്പോൾ ഉടനെ പെട്ടെന്ന് തന്നെ പറയാം. മേടത്തിന് 2-ാം ഭാവത്തിലായിരുന്നു, 3-ലേക്ക് മാറുന്നു. ഇടവത്തിന് ജന്മത്തിലായിരുന്നു, 2-ലേക്ക് മാറുന്നു. മിഥുനത്തിന് 12-ലായിരുന്നു, ജന്മത്തിലേക്ക് വരുന്നു. കർക്കിടകക്കാർക്ക് 11-ലായിരുന്നു, 12-ലേക്ക് വരുന്നു. ചിങ്ങക്കാർക്ക് 10-ലായിരുന്നു, 11-ലേക്ക് വരുന്നു. കന്നിക്കാർക്ക് 9-ലായിരുന്നു, 10-ലേക്ക് വരുന്നു. തുലാക്കൂറുകാർക്ക് ഇതുവരെ 8-ലായിരുന്നു, അഷ്ടമത്തിലായിരുന്നു, ദോഷത്തിലായിരുന്നു. അവർക്ക് 9-ലേക്ക് വരുന്നു. പറയണ്ടേ? പറയാതിരിക്കാൻ പറ്റുമോ? തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയട്ടെ. കമൻറ്റ് ബോക്സ് ഒന്നും ഓഫാക്കിയിട്ടിട്ടില്ല. 9-ലേക്ക് വരുന്നില്ലേ? വൃശ്ചികക്കൂറുകാർക്ക് 7-ലായിരുന്നു, 8-ലോട്ട് മാറിയില്ലേ? അപ്പോൾ വൃശ്ചികക്കൂറുകാർക്ക് ദോഷം പറയണ്ടേ? പൂരാടം ഉത്രാടക്കാലുകാർക്ക് ഉത്രാടത്തിൽ കാലുകാർക്ക് ഇതുവരെ 6-ാം ഭാവത്തിലായിരുന്നു. നിങ്ങൾക്ക് 7-ലേക്ക് മാറുന്നില്ലേ? മാറുന്നുണ്ട്. പറയാതില്ലേ? മകരക്കൂറുകാർക്ക് 6, 1, 2, 3, 4, 5-ലായിരുന്നു. ആരൊക്കെ? ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തരയും. നിങ്ങൾക്ക് ഇതുവരെ വ്യാഴം അനുകൂലത്തിലായിരുന്നു. ഇപ്പോൾ 6-ാം ഭാവത്തിലേക്ക് മാറുന്നു. ഇന്നലെ മകരക്കൂറിലുള്ള ഏതോ ഒരു ചേച്ചിയാണ് എന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഇട്ടേക്കുന്നത്. നിങ്ങൾ ശനിയുടെ രാശി മാറിയപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഭാഗ്യം വരും, അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെന്താ ഇങ്ങനെ മാറ്റി പറയുന്നത്? അതായത് ഇന്നലെ ഞാൻ പറഞ്ഞു വ്യാഴം ഇങ്ങോട്ട് മാറുന്ന കാര്യം. അതിൻ്റെ കാരണം ശനി മാറിയപ്പോൾ കണ്ടകശനി, 7.5 കണ്ടകാല ശനിയായിരുന്നു മകരക്കൂറുകാർക്ക് ഇതുവരെ. അത് മാറി. നിങ്ങൾക്ക് അതിശക്തമായ ഭാഗ്യം വരുന്നു. കാരണം വ്യാഴം ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ വ്യാഴം മാറുന്നതിൻ്റെ രാശിഫലം പറയാതിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം ഉത്രാടത്തെ മുക്കാലും തിരുവോണം ഔട്ടത്തര നക്ഷത്രക്കാരിയായിട്ടുള്ള ഓരോ ചേച്ചിക്ക് വലിയ വിഷമമായിപ്പോയി ആ പറഞ്ഞത്. അപ്പം നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല, അതിന് പരിഹാരം പറഞ്ഞു തരാം. വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പം അടുത്തതായിട്ട് കുംഭക്കൂറുകാർക്ക് വ്യാഴം 4-ലായിരുന്നു, ഇനി 5-ലേക്ക് മാറുന്നു. അപ്പോൾ ഇത്രയും കൂറുകാരുടെ കാര്യം പറഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇത്രയും 4 പേരുടെ കാര്യം പറഞ്ഞു. ഇനി മേടം മുതലാണ് പറയുന്നത്. മേടക്കൂറുകാർക്ക് വ്യാഴം 2-ലായിരുന്നു, 3-ലേക്ക് മാറുന്നു. അതിൻ്റെ ഫലം പറയാൻ പോവാണ്. വ്യാഴം 3-ലേക്ക് വന്നാൽ കുറച്ച് ദോഷമാണെങ്കിൽ പോലും
എങ്കിലും ഫലമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മേടക്കൂറുകാർക്ക് എപ്പോഴും വ്യാഴം ഭാഗ്യാധിപനായിരിക്കും, ഒരിക്കലും മാറത്തില്ല. ഇത് 2 ദിവസം മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മേടക്കൂറുകാർക്ക് ഇവിടെ ചന്ദ്രൻ വരുന്ന കൂറുകാർക്ക് വ്യാഴം ഒരിക്കലും മാറാത്ത ഒരു ഗ്രഹം, ഭാഗ്യാധിപൻ 3-ൽ വരുന്നു. ഫലം: സഹോദര ഗുണം, ഭൂമി ലാഭം, ശൗര്യം, സൗഖ്യം, കലകളിൽ താല്പര്യം. ഇത്രേ പറയുന്നുള്ളൂ ഗ്രന്ഥത്തിൽ. ഇതിനെ വ്യാഖ്യാനിച്ച് പറയണം നമ്മൾ. ആര്? ജ്യോതിഷം പറയണം. സഹോദര ഗുണം ഉണ്ടാകും. സഹോദര ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു സഹോദരൻ ഉണ്ടാവും എന്നാണോ അർത്ഥം പറയേണ്ടത്? 30 വയസ്സുള്ള ആൾക്ക് ഇനിയൊരു സഹോദരൻ ഉണ്ടാവും എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. സഹോദര ഗുണം എന്ന് വെച്ചാൽ എന്താ പറയേണ്ടത്? സഹോദരന്മാരിൽ നിന്നുള്ള സഹായങ്ങൾ ഉണ്ടാവുക, സഹോദരന്മാരുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹാരമാകുക, കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും സ്വത്തുക്കളോ കാര്യങ്ങളൊക്കെ വീതം വെക്കാനുണ്ടെങ്കിൽ അത് മാറുക, വിദേശത്തുള്ള സഹോദരൻ്റെ സഹായത്താൽ ഇവിടുന്ന് സഹോദരൻ കയറി അങ്ങോട്ട് ചെന്നിട്ട് അവിടുന്ന് ഒരു ജോലി കിട്ടുക, സഹോദരൻ ഒരു ജോലി കണ്ടെത്തി തരിക, ഇതൊക്കെ പറയണ്ടേ? സഹോദര ഗുണം ഉണ്ടാകും എന്ന് പറയും. സഹോദരൻ എന്ന് വെച്ചാൽ സ്വന്തം ചേട്ടനനിയന്മാർ മാത്രമല്ലല്ലോ, അമ്മയുടെയും വല്യമ്മയുടെയും കൊച്ചമ്മയുടെയും വല്യമ്മയുടെയും ഇതൊക്കെ വരുന്നവർ നമ്മൾ സഹോദരനായിട്ട് കാണുന്ന ആരൊക്കെയുണ്ടോ അവരെല്ലാം നമുക്ക് ഗുണമായിട്ട് വരും എന്ന് പറയുന്നു. ആർക്ക്? മേടക്കൂറുകാർക്ക്. ഇത് പറയാതിരിക്കാൻ പറ്റുമോ? അടുത്തതായിട്ട് എന്താ പറയുന്നേ? ഭൂമിലാഭം ഉണ്ടാകും. ഭൂമിലാഭം എന്ന് വെച്ചാൽ എന്താ പറയുന്നേ? ഭൂമിലാഭം, ഭൂമിയിൽ നിന്ന് ലാഭങ്ങൾ ഉണ്ടാകും. കൃഷി ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ലാഭം, ഭൂമി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ, ഭൂമി മേടിക്കാനാണെങ്കിൽ അങ്ങനെ, ഭൂമി നമ്മുടെ കയ്യിലിരിക്കുന്ന കൊടുക്കാനാണെങ്കിൽ അങ്ങനെ, അങ്ങനെയൊക്കെയുള്ള ഭൂമിലാഭം പറയുന്നു. അതുപോലെ തന്നെ സൗഖ്യം ഉണ്ടാകുമെന്നും, കലകളിൽ താല്പര്യം വെച്ചാൽ കലാപരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ ഉണ്ടാകുമെന്നും പറയുന്നു മേടക്കൂറുകാർക്ക്. അപ്പം നമ്മളിപ്പോൾ എത്ര പേരുടെ പറഞ്ഞു? മീനം, മിഥുനം, കന്നി, മൂലം, മേടം, ഇത്രയും പേരുടെ ഫലം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ പറയുന്നു ഇടവക്കൂറുകാരുടെ കാര്യം പറയുന്നു. ഇടവക്കൂറുകാർക്ക് ഇതുവരെ ജന്മത്തിലായിരുന്നു, 2-ാം ഭാവത്തിലേക്ക് മാറുന്നു, ധനസ്ഥാനത്തേക്ക് മാറുന്നു. അതുകൊണ്ടുള്ള ഗുണം: വമ്പിച്ച ധനം, കുറയുന്നില്ല, കാര്യം മാറുന്നില്ല, ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി ഗുണം വരാൻ പോകുന്നു ഇടവക്കൂറുകാർക്ക്. വ്യാഴം നിങ്ങൾക്ക് ജാതകപരമായിട്ട് അഷ്ടമാധിപനും 11-ാം ഭാവാധിപനുമാണ്. നിങ്ങൾക്ക് 11-ാം ഭാവാധിപൻ, ലാഭത്തിൻ്റെ അധിപൻ, 2-ാം ഭാവത്തിലേക്ക് വരുന്നു. വമ്പിച്ച ധനം ഉണ്ടാകും. ഗ്രന്ഥത്തിലുള്ള കാര്യമാണേ പറയുന്നത്, നോക്കി തന്നെയാണ് പറയുന്നത്, എഴുതി വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. വമ്പിച്ച ധനം, വിദ്യാഗുണം, ബുദ്ധി, സന്തോഷം, സത്വാക്കുകൾ ഉണ്ടാകും എന്ന് പറയുന്നു ഇടവക്കൂറുകാർക്ക്. അപ്പം അത് അതിശക്തമായൊരു ഫലമാണ്. അടുത്തതായിട്ട് കർക്കിടകക്കൂറുകാർക്ക് വ്യാഴം 12-ലേക്ക് മാറുന്നു. ഇതുവരെ നിങ്ങൾക്ക് 11-ലായിരുന്നു, 12-ലേക്ക് മാറുന്നു. നിങ്ങൾക്ക് പ്രതികൂലമല്ലെന്നല്ലേ പറയേണ്ടത്? പ്രതികൂലമാണ്. നിങ്ങളുടെ ഭാഗ്യാധിപനും 12-ലോട്ട് പോകുന്നു, 6-ാം ഭാവാധിപനും 12-ലേക്ക് പോകുന്നു. വ്യാഴം 12-ലേക്ക് വരുമ്പോഴത്തേക്കിന് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ 12-ലേക്ക് വരുമ്പം നമുക്ക് ഗുണവും പറയുന്നുണ്ട്, ദോഷവും പറയുന്നുണ്ട്. കുറച്ച് ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നഷ്ടങ്ങളും, ഭാഗ്യസ്ഥാനത്തു നിന്ന് കുറച്ച് നഷ്ടങ്ങളും, ഭാഗ്യം ഉണ്ടായിരുന്ന കാര്യങ്ങൾക്കൊക്കെ ഇച്ചിരി തടസ്സങ്ങളും ഒക്കെ പറയുന്നുണ്ടെങ്കിലും 9-ാം ഭാവത്തിൽ 12-ാം ഭാവത്തിലേക്ക് വന്നാൽ വിദേശയാത്രാ ഗുണം ഉണ്ടാകുമെന്നും, വാഹനലാഭം ഉണ്ടാകുമെന്നും, പലവിധത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്നും, ചില പാപകർമ്മങ്ങളിലൊക്കെ ചെന്ന് വിടേണ്ടതായിട്ട് വരുമെന്നും, പരസ്ത്രീ ഗമനം അല്ലെങ്കിൽ പരപുരുഷ ഗമനങ്ങളൊക്കെ ഉണ്ടാകേണ്ടി വരുമെന്നൊക്കെ ആർക്ക് പറയുന്നു? കർക്കിടകക്കൂറുകാർക്ക് പറയുന്നു. കർക്കിടകക്കൂറുകാർ ആരൊക്കെയാണ് വരുന്നതെന്ന് നമ്മൾ നോക്കുക. പുണർദത്തിൽ കാലും ഭൂയോ ആയില്യം വരുന്ന കർക്കിടകക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലം. അപ്പം നിങ്ങൾക്കുള്ള പ്രതിവിധി ഇതിൻ്റെ തീരുമ്പോഴത്തേക്കിന് ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ ബാക്കി കേട്ടുകൊണ്ടിരിക്കുക. അടുത്തതായിട്ട് ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം 10-ലായിരുന്നു, 11-ലേക്ക് മാറുന്നു. എന്താണ് ഫലം? ഇവിടെ എഴുതിയിട്ടുണ്ട്. 11-ലേക്ക് മാറുമ്പോൾ വമ്പിച്ച ധനം ഉണ്ടാകുന്നു. ആർക്ക്? ചിങ്ങക്കൂറുകാർക്ക്. ഇന്നലെ നമ്മൾ ശനിയുടെ രാശിമാറ്റവും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇവർക്ക് 2 പേർക്ക് ഇച്ചിരി ദോഷം പറഞ്ഞായിരുന്നു, ഈ 2 കൂറുകാർക്ക്. പക്ഷേ വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് അനുകൂലമായിട്ട് വരുന്ന കണ്ടോ? 11-ൽ നിങ്ങൾക്ക് 11-ൽ ലാഭസ്ഥാനത്തേക്ക് വ്യാഴം, വമ്പിച്ച ധനം, സംഗീതപ്രിയത്വം, ബന്ധുഗുണം, ധാർമ്മികത, ഇത്രയേ പറയുന്നുള്ളൂ ജ്യോതിഷത്തിൽ. അതിനെ വ്യാഖ്യാനിച്ച് പറയണം. വമ്പിച്ച ധനം ഉണ്ടാകും, പലവിധത്തിലുള്ള ധനം. വമ്പിച്ച ധനം എന്ന് പറഞ്ഞാൽ കോടാനുകോടി സ്വത്തുക്കൾ ഗുണപരമായിട്ട് വരും എന്നാണ് പറയുന്നത്. സംഗീതപ്രിയത്വം, സംഗീതപരമായിട്ടുള്ള കലകളുടെ, സിനിമ, രാഷ്ട്രീയം, അതുപോലുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നവർക്ക് അനുകൂലമായിട്ട് വരുന്നു. ബന്ധുക്കളെ കൊണ്ട് ഗുണം ഉണ്ടാകുമെന്നും, ധാർമ്മിക പ്രവൃത്തികൾ ഉണ്ടാകുമെന്നൊക്കെ. ധാർമ്മികം പല വിഷയങ്ങളുണ്ട്, അതിനെക്കുറിച്ച് പറഞ്ഞാൽ പോയാൽ ഒരുപാടുണ്ടാവും. അപ്പം ധാർമ്മികപരമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു ചിങ്ങക്കൂറുകാർക്ക്. കന്നിക്കൂറുകാരുടെ ഫലം പറഞ്ഞു. തുലാക്കൂറുകാരുടെ ഫലം പറയുന്നു. തുലാക്കൂറുകാർക്ക് ഇതുവരെ വ്യാഴം അഷ്ടമത്തിലായിരുന്നു. മെയ് മാസം 14-ാം തീയതി രാത്രി 10:40 മുതൽ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നു. പറയണം.
അനുകൂലമായിട്ടുള്ള ഫലം വരുന്നു. ആർക്ക്? തുലാക്കൂറുകാർക്ക്. തുലാക്കൂറുകാർക്ക് 9-ൽ വ്യാഴം വരുമ്പോൾ ധനധാന്യ ലാഭം, ധാർമ്മികത, ഈശ്വരവിശ്വാസം, പിതൃഗുണം, ഐശ്വര്യം. ഗ്രന്ഥത്തിൽ പറയുന്നു ധനധാന്യ ലാഭം എന്ന് പറഞ്ഞാൽ ധനവും ധാന്യവും ഒരിക്കലും ഒഴിയാതെ ഉണ്ടാകും. ധാർമ്മികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നീതീകരണമായിട്ടുള്ള പല കാര്യങ്ങളും, കേസ് വഴക്കായാലും ഏതിൽ നിന്നായാലും നമുക്ക് ധാർമ്മികമായിട്ടുള്ള ഗുണം ഉണ്ടാവും. ഈശ്വരവിശ്വാസം കൂടുകയെന്നും, നമുക്ക് ഈശ്വരവിശ്വാസം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ പോകാനും തീർത്ഥാടനമൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് പറ്റാതിരിക്കുന്ന തുലാക്കൂറുകാർക്ക്, ആരൊക്കെയാ? ചിത്തിരേരെയും ജ്യോതിയും വിശാഖത്തിൽ മുക്കാലുകാർക്ക് ഈ പറയുന്ന അനുഭവ ഗുണം ഉണ്ടാകും. ധനധാന്യ ലാഭം, ധാർമ്മികത, ഈശ്വരവിശ്വാസം, പിതൃഗുണം. പിതൃഗുണം എന്ന് വെച്ചാൽ എന്താ? പിതൃസ്വത്തിൽ നിന്നുള്ള ഗുണങ്ങളും പിതാവിൻ്റെയോ പിതൃവിൻ്റെ വല്യച്ഛൻ, കൊച്ചച്ഛൻ, ചിറ്റപ്പൻ എന്നൊക്കെ പറയുന്നതിൽ നിന്നൊക്കെയുള്ള ഗുണവും ഐശ്വര്യവും ഉണ്ടാകും എന്ന് പറയുന്നു തുലാക്കൂറുകാർക്ക്. അടുത്തതായിട്ട് വൃശ്ചികക്കൂറുകാർക്ക് ഇതുവരെ വ്യാഴം 7-ലായിരുന്നു, നിങ്ങൾക്ക് അഷ്ടമത്തിലേക്ക് പോകുന്നു. നിങ്ങളുടെ കാര്യം പറയുമ്പോൾ വൃശ്ചികക്കൂറിലുള്ളവർ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് എന്നെ ചെറിയ പറയരുത്. അഷ്ടമത്തിൽ വന്നാൽ ദുഃഖം ഉണ്ടാകുമെന്നും, നീച ജോലികൾ ചെയ്യേണ്ടതായിട്ട് വരുമെന്നും, ബന്ധുജനങ്ങൾക്ക് അർഹിക്കുമെന്നും, സ്ഥാനഭ്രംശം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. എങ്കിലും നിങ്ങൾക്കൊരു മേന്മയും കൂടെ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. കാരണം 5-ാം ഭാവാധിപനും 2-ാം ഭാവാധിപനും 5-ാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴമാണ് അഷ്ടമത്തിലേക്ക് മറയുന്നത്. ഇത്രയും കാര്യങ്ങൾ, ദുഃഖം ഉണ്ടാകാനുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നും, നീചജോലികൾ, ബന്ധുജന കലഹം, സ്ഥാനഭ്രംശം ഉണ്ടാകുമെന്നും, അവസാനത്തോടുകൂടി മേന്മയുണ്ടാകുമെന്നും പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ദോഷപരിഹാരം ഞാനിപ്പോൾ തന്നെ പറഞ്ഞു തരാം. അടുത്തതായിട്ട് മകരക്കൂറുകാർക്ക്, ഇവരും എന്നെ വന്നിട്ട് എന്നെ വഴക്ക് പറയരുത്. നിങ്ങൾക്ക് നോക്കിക്കൊള്ളുക. നിങ്ങൾക്ക് ഇതുവരെ 1, 2, 3, 4 5-ാം ഭാവത്തിലായിരുന്നു വ്യാഴം. അത് 6-ാം ഭാവത്തിലേക്ക് പോവുക. സത്യസന്ധമായ കാര്യം പറയണ്ടേ? വ്യാഴം 6-ാം ഭാവത്തിൽ നിന്നാൽ ദൗർഭാഗ്യം ഉണ്ടാകുമെന്നും, ദുരിതം ഉണ്ടാകുമെന്നും, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും, ശത്രുക്കളെ കൊണ്ടുള്ള ഭയം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. എങ്കിലും ശത്രുക്കളെ വിജയിക്കുമെന്നും പറയുന്നുമുണ്ട്. ഇത്രയും കാര്യം പറയാതിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം മകരക്കൂറിലുള്ള ഔട്ടത്തരയും പൂരുരുട്ടാതി കാല് ഉത്രാടത്തിൽ മുക്കാലും തിരുവോണവും ഔട്ടത്തര വരുന്ന മകരക്കൂറുകാർ വിഷമിക്കേണ്ട കാര്യമില്ല. പരിഹാരം പറഞ്ഞു തരാം. അടുത്തതായിട്ട് കുംഭക്കൂറുകാർക്ക് വ്യാഴം ഇതുവരെ 4-ലായിരുന്നു, നിങ്ങൾക്ക് 5-ലേക്ക് മാറുന്നു. ഗുണഫലമാണ് പറയാൻ പോകുന്നത്. കുംഭക്കൂറുകാർക്ക് പറയുന്നത് 5-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ മന്ത്രോപാസന, തീർത്ഥാടനം, സുഖം, പുത്രപ്രാപ്തി, രാജപൂജ. എന്തുവാ രാജപൂജ? ഇപ്പോൾ രാജാവുണ്ടോ? രാജാവ് വന്ന് പൂജിക്കുമെന്നല്ല എൻ്റെ അർത്ഥം. രാജാപൂജ, രാജാവിൽ നിന്ന് ബഹുമാനം, സ്ഥാനക്കയറ്റം, തൊഴിൽ പുരോഗതി, ഐശ്വര്യം, പ്രമോഷൻ എന്നിവ ഉണ്ടാകും എന്ന് പറയണം. അപ്പം തൊഴിൽ പുരോഗതിയും ഐശ്വര്യവും ധനയോഗവും ഭാഗ്യവും ഉണ്ടാകും എന്ന് പറയണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നവരുടെ കാര്യം ഇതാ. ഞാൻ പലരും ഫോൺ വിളിക്കുമ്പോഴത്തേക്കിന് പറയാറുണ്ട്, വിളിക്കരുത്, നമ്മളിങ്ങനെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ജോലിയിലൊക്കെ ഇരിക്കുന്നവരായിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അങ്ങ് വിട്ടുപോകും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന കുംഭക്കൂറുകാരുടെ ഫലമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് 4-ാം ഭാവത്തിൽ നിന്നും വ്യാഴം 5-ാം ഭാവത്തിലേക്ക് മാറുന്നു. അപ്പോൾ കുംഭക്കൂറുകാർക്ക് 5-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ മന്ത്രോപാസന, തീർത്ഥാടനം, സുഖം, പുത്രപ്രാപ്തി, പുത്രന്മാരുടെ ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് എൻ്റെ അർത്ഥം. രാജപൂജ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കർമ്മപുരോഗതി ഉണ്ടാകും. ഇനി നിങ്ങളുടെ ഗ്രഹനില എടുത്തിട്ട് നിങ്ങൾ ജനിച്ച സമയത്ത് ലഗ്നത്തെ അടയാളപ്പെടുത്തുക. എവിടെയാണോ ലഗ്നം, എവിടെ വേണമെങ്കിലും വരാം. വ്യാഴം അതിൽ നിന്നും ഏത് കളത്തിലാണ് നിൽക്കുന്നതെന്ന് ക്ലോക്ക് വൈസിൽ എണ്ണുക. ഇവിടെ നിന്നുമ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കൊള്ളുക. 1, 2, 3, 4, 5, 6, 7, 8. അങ്ങനെ 8-ാം ഭാവത്തിൽ വന്നാലോ 3 ഭാവത്തിലോ 6, 8, 3, 6, 8, 12 ഭാവങ്ങളിൽ വ്യാഴം നിൽക്കുന്ന സമയത്താണ് നമ്മൾ ജനിച്ചിരിക്കുന്നത് എങ്കിൽ ജനന സമയത്ത് വ്യാഴം പ്രതികൂല സ്ഥാനത്താണ് നമ്മൾ സഞ്ചരിച്ചിരിക്കുന്നത് ജനിച്ചപ്പോൾ. അതുകൊണ്ട് നമുക്ക് വ്യാഴം അനുകൂല ഭാവത്തിലാണെന്ന് ജ്യോതിഷം നോക്കിയിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ പൂർണ്ണ ഫലസിദ്ധി നമുക്ക് ഈ ഭാഗത്ത് ജനിച്ച സമയത്ത് നിൽക്കുന്നത് കൊണ്ട് കിട്ടാതെ വരും. അപ്പം അതിനുള്ള പ്രതിവിധിയാണ് അടുത്തതായിട്ട് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലഗ്നം എവിടെ വേണമെന്ന് എണ്ണുക. അവിടുന്ന് വ്യാഴം എന്നെഴുതിയേക്കുന്ന വ്യാഴത്തെ ജ്യോതിഷത്തിൽ ഗു എന്ന് എഴുതി ഗുരു എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ചുരുക്കെടുത്ത് ഗു എന്ന് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ വ്യാഴത്തെ അന്വേഷിച്ച് പോകുമ്പോൾ ഗു എവിടെയാണെന്ന് അന്വേഷിക്കുക. നിങ്ങളുടെ ലഗ്നം ഇവിടെ ആണെങ്കിൽ ഇതും പ്രകാരം 4-ൽ, ഇതും പ്രകാരമാണെങ്കിൽ 7-ൽ, ഇതും പ്രകാരമാണെങ്കിൽ 10-ൽ, ഇതും പ്രകാരമാണെങ്കിൽ 11-ൽ, ഇതും പ്രകാരമാണെങ്കിൽ 12-ൽ. അപ്പം വ്യാഴം ജനന സമയത്ത് 3, 6, 8, 12 ഭാവങ്ങളിൽ നിന്നാൽ നിങ്ങൾക്ക് ജനിച്ച സമയത്ത് തന്നെ വ്യാഴം
കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ദോഷസ്ഥാനത്തായിരുന്നു. അതുകൂടാതെ വ്യാഴത്തിനോടൊപ്പം ജനിച്ച സമയത്ത് ശനി മാ എന്ന് പറഞ്ഞ അക്ഷരം ഉണ്ടെങ്കിലോ സാ ശി രാഹുകേതുക്കൾ ഉണ്ടെങ്കിലോ ശനി രാഹു കേതു എന്നതിനോട് യോഗം ചേർന്നാണ് വ്യാഴം ജാതകത്തിൽ നിൽക്കുന്നതെങ്കിലോ, അപ്പം ഇവിടെ വ്യാഴം ഉണ്ടെന്ന് വിചാരിക്കുക, ഗുരു, ഇതിൻ്റെ ഇവിടെ മ എന്ന് പറഞ്ഞ അക്ഷരം ഉണ്ടോ എന്ന് നോക്കുക, സി എന്ന് പറഞ്ഞ അക്ഷരം ഉണ്ടോ എന്ന് നോക്കുക, സാ ഉണ്ടോ എന്ന് നോക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്നേ വരത്തുള്ളൂ, സിയും സായും കൂടെ ഒരുമിച്ച് വരത്തില്ല. ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് വ്യാഴത്തിൽ നിങ്ങളുടെ ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് അത് ദോഷമായിട്ട് വരും. രണ്ടാമതൊരു കാര്യം പറയുന്നു, നിങ്ങളുടെ ചന്ദ്രൻ ഇടവത്തിൽ നിൽക്കുമ്പോഴോ മിഥുനത്തിൽ നിൽക്കുമ്പോഴോ കർക്കിടകത്തിൽ നിൽക്കുമ്പോൾ കുംഭത്തിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളെങ്കിൽ, ഇടവം മിഥുനം കർക്കിടകം കുംഭം രാശിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും വ്യാഴത്തിൻ്റെ അനുകൂല ഫലങ്ങൾക്ക് ഒരു തടസ്സം ഉണ്ടാകുമെന്നും പ്രതിവിധി കൃത്യമായിട്ട് പറയുന്നു. അത് ചെയ്താൽ മതി. മഞ്ഞത്തെറ്റി, മഞ്ഞ അരളി, മഞ്ഞ മന്ദാരം അതുപോലെയുള്ള പുഷ്പങ്ങളെ കൊണ്ട് വിഷ്ണു പൂജ ചെയ്താൽ നല്ലതായിരിക്കും. മഞ്ഞപ്പൂക്കൾ കൊണ്ട് പൂജ ചെയ്താൽ നല്ലതായിരിക്കും. തൈര് സാധം എന്ന് പറയും. നമ്മളിപ്പം വടക്കേ ഇന്ത്യയിലും തമിഴ്നാട്ടിലൊക്കെ സഞ്ചരിച്ച് കഴിയുമ്പോൾ ഒരു ചെറിയൊരു പാളപാത്രത്തിനകത്ത് തൈരും ചോറും ഈ പരിപ്പൊക്കെ ഇട്ടൊരു ഇത് വരും. അവിടെയൊക്കെ നിവേദ്യം അതാണ്. അപ്പം തൈര് ചേർത്ത നിവേദ്യം ഭഗവാന് സമർപ്പിച്ചാൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ അർഹരായവർക്ക് ദാനം ചെയ്യാൻ പറയുന്നു. അതായത് അറിവുള്ളവർക്ക്, നമുക്ക് അറിവുള്ളവരാണെന്ന് കാണുന്ന ആളുകൾ ആരൊക്കെയാണോ അവർക്ക് ഭക്ഷണം കൊടുത്താൽ നല്ലതായിരിക്കും. ശ്രേഷ്ഠതയുള്ളവരാണെന്നോ അർഹതയുള്ളവരാണെന്നോ കാണുന്ന ആർക്കും ഭക്ഷണം അല്ലെങ്കിൽ ദാനങ്ങൾ കൊടുത്താൽ നല്ലതായിരിക്കും. എന്തൊക്കെയാണ് ദാനം പറഞ്ഞിരിക്കുന്നത്? പയറ്, മഞ്ഞപ്പട്ട്, മഞ്ഞൾ, നാരങ്ങ, സ്വർണം, ഉപ്പ്, പഞ്ചസാര. ഇന്ന് ആരെങ്കിലും ഇത് മേടിക്കാറുണ്ടോ? നമ്മൾ വിളിച്ച ആരെങ്കിലും കൊണ്ട് കൊടുത്തിട്ട് പയർ കൊണ്ട് കൊടുത്താൽ അവർ മേടിക്കുമോ? ഒരിക്കലും മേടിക്കത്തില്ല. അപ്പം അതിന് പകരമായിട്ടാണ് നമ്മളിതൊക്കെ ക്ഷേത്ര സമർപ്പണം ചെയ്യാൻ പറയും എല്ലാവരോടും. വിഷ്ണു ക്ഷേത്രത്തിലോ വൈഷ്ണവ ക്ഷേത്രത്തിലോ കൃഷ്ണക്ഷേത്രത്തിലോ പോയിട്ട് ചെറുപയർ സമർപ്പിക്കാൻ പറയും. അല്ലെങ്കിൽ നിങ്ങൾ മഞ്ഞപ്പട്ട് സമർപ്പിക്കാൻ പറയും, മഞ്ഞൾ സമർപ്പിക്കാൻ പറയും. അപ്പം മഞ്ഞൾ കെട്ടിയ ചരട്, മഞ്ഞളിനകത്തിട്ട് വെച്ചിരിക്കുന്ന ചരടൊക്കെ കെട്ടിയാൽ നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ ഞാൻ ഈ ദോഷം പറഞ്ഞ നക്ഷത്രക്കാർ ആരൊക്കെയാണോ എന്ന് വെച്ചാൽ അവർ ദേവാനാഞ്ച ഋഷീണാഞ്ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തന്നമാമി ബൃഹസ്പതി എന്ന് പറയുന്ന ആ മന്ത്രം ജപിക്കാൻ പറ്റുമെങ്കിൽ അത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണും. വ്യാഴത്തിൻ്റെ നവഗ്രഹ സ്തോത്രത്തിൽ വരുന്ന ദേവാനാഞ്ച എന്ന് പറയുന്ന തുടങ്ങുന്ന മന്ത്രം. അതുകൂടാതെ മഹാസുദർശന ഹോമം പറ്റുമെങ്കിൽ വളരെ ലഘുവായിട്ട് അരയാലിൻ്റെ ചമത ഉപയോഗിച്ച് ഹോമം ചെയ്താൽ നല്ലതായിരിക്കും. ആ മന്ത്രം ഇങ്ങനെയാണ് പറയുന്നത്: ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ പരായ പരംപുരുഷായ പരമാത്മനി പരകർമ്മ മന്ത്രതന്ത്ര യന്ത്ര ഔഷധ അസ്ത്രശസ്ത്രാണി സംഹര മൃത്യോർ മോജയ ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീപ്ത്രേ ജ്വാലാപരീതായ സർവദക്ഷോണരായ ഹുംഭട് ബ്രഹ്മണേ പരഞ്ജ്യോതിഷേ സ്വഹ. ഇത്രയും പറയാൻ കാരണം ഈ മന്ത്രം നമുക്ക് വേണമെങ്കിലും ജപിക്കാം, ആർക്ക് വേണമെങ്കിലും ജപിക്കാം. മന്ത്രപുരസരം ദക്ഷിണാമൂർത്തിയെ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് ഛന്ദസ് തൊട്ട് മന്ത്രം ഉണ്ട് എങ്കിലും വേണ്ട, അഹ്റബുദ്ദിന്യഷി എന്നുള്ള മന്ത്രമുണ്ട്, അത് വേണ്ട. അതിന് പകരമായിട്ട് ഈ അരയാലിൻ്റെ ചമത നെയ്ക്കകത്ത് മുക്കി നമ്മളൊരു ഹോമകുണ്ടം പോലെ ഒരു ചട്ടിക്കകത്ത് ഒരു ഇച്ചിരി മണ്ണൊക്കെ എടുത്തിട്ട് അതിനകത്ത് ഹോമം പറ്റുന്ന വ്യാഴാഴ്ചകളിലോ മാസത്തിലോ നിങ്ങളുടെ ജന്മനക്ഷത്രത്തിനോ ഈ ഹോമം ചെയ്തു കഴിഞ്ഞാൽ, അപ്പം സുദർശന മന്ത്രമാണ്, ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് ഹോമം ചെയ്താൽ നല്ലതായിരിക്കും. മഹാസുദർശന യന്ത്രം ഒരു വർഷത്തേക്ക് നിങ്ങളൊരു വെള്ളിക്കൂടിനകത്താക്കി ദേഹത്ത് ധരിച്ചാൽ നല്ലതായിരിക്കും. എല്ലാ വ്യാഴാഴ്ചയും വ്യാഴത്തിൻ്റെ കാലഹോരയുണ്ട്. രാവിലെ സൂര്യോദയം മുതൽ 1 മണിക്കൂർ. ഓരോ സമയത്തും സൂര്യോദയം മാറി വരുമല്ലോ. 6:15 7:15 എന്നൊക്കെ പറഞ്ഞ് 6:15, 6:10, 6:20 എന്ന് പറയും. സൂര്യോദയം മുതലുള്ള 1 മണിക്കൂർ സമയത്ത് നിങ്ങളിപ്പം കലണ്ടറിൽ നോക്കുമ്പോൾ ഇപ്പം 6:19 ആയിരിക്കും ഇന്നത്തെ സൂര്യോദയം വരുന്നത്. അപ്പം 6:19 അടുത്ത ദിവസം മാറി വരും. 6:19 7:19 മധ്യയുള്ള ഒരു സമയത്ത് നിങ്ങൾ ഏതെങ്കിലും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താൻ പറ്റുമെങ്കിൽ അവിടെ പോയി തൊഴുക. ഇപ്പം വിദേശത്തോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്ത ആൾക്കാരോ ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് നെയ്വിളക്ക് കത്തിച്ചുകൊണ്ട് അവിടെ പ്രാർത്ഥിച്ചാലും മതി. അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് പൂജിച്ചാലും മതി. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ മനസ്സിൽ ധ്യാനിച്ചാലും മതി. സമയം ഈ പറഞ്ഞത് ഓർത്തിരിക്കുക. താമര മൊട്ട് കൊണ്ട് ലക്ഷ്മി ദേവിക്ക് ശ്രീസൂക്ത മന്ത്ര അർച്ചന നടത്തിയാലും നമുക്ക് വ്യാഴം 3, 6, 8, 12 ഭാവങ്ങളിൽ നിൽക്കുന്ന ദോഷങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ പറയുന്നതിനകത്ത് ജ്യോതിഷപരമായിട്ട് ഇപ്പോൾ അവസാനമായതുകൊണ്ട് പറയായിരിക്കും, നിങ്ങളിത് കാണുന്നില്ലെങ്കിൽ പോലും സ്ക്രോൾ ചെയ്ത് പോയിട്ടുള്ളവരുണ്ടെങ്കിലും പറയുകയാണ്. അപ്പോൾ ഈ ജ്യോതിഷം പറയുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ ചാനലിലാണ് ഈ ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ശമ്പളക്കാരൻ മാത്രമാണ് നാരായണത്തുകാവ് ക്ഷേത്രത്തിൻ്റെ. അപ്പം ഇവിടുന്ന് നമ്മളോട് പറയുകയാണ് ജ്യോതിഷം പറയുന്നതിന് ഒരു പങ്ക്തി വെക്കാമോ
തിരുമേനി അത് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള 3-4 ശാന്തിക്കാരും ജ്യോതിഷന്മാരും വേറെയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് ജ്യോതിഷം നോക്കണമെങ്കിൽ ഇവിടുത്തെ വാട്സപ്പിൽ ബുക്ക് ചെയ്ത് ഇവിടുത്തുള്ള സമയം അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടി അതിനുള്ളൊരു സമയം തരുന്നതായിരിക്കും. ഞാൻ വ്യക്തിപരമായിട്ട് ജ്യോതിഷം നോക്കി നിങ്ങളിൽ നിന്നും പണം വാങ്ങിയിട്ട് ജ്യോതിഷം പറയുന്ന ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിളിക്കുന്നത് കൊണ്ട് നിങ്ങൾ കഴിവിൻ്റെ പരമാവധി വാട്സപ്പിൽ മെസ്സേജ് അയക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം ജ്യോതിഷപരമായിട്ട് കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും നിങ്ങളുടെ ജാതകത്തെ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇതിനോട് മറുപടി പറയണമെങ്കിൽ, ഇപ്പോൾ ഒരാൾ എന്നെ വിളിക്കുകയാണ്, എനിക്ക് എൻ്റെ ജാതകം ഒന്ന് തരണം. നിങ്ങൾ എൻ്റെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ 100 കണക്കിന് മെസ്സേജുകളുണ്ട് ജ്യോതിഷം നോക്കുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പിൽ കിടക്കുക. അതുകൂടാതെ ഡെയിലി ഒരു 300-400 പേര് ഫോണും വിളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെ ഓരോരുത്തരുടെയും മെസ്സേജ് വന്ന് കിടപ്പുണ്ട്. ഹലോ, നമസ്കാരം. ഞാൻ എൻ്റെ മോളുടെ ഒരു ജാതകം ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. ആരാന്ന് പറയുന്നില്ല, ഇത്രയേ കേൾക്കുന്നുള്ളൂ. ആരാ വ്യക്തിപരമായി നമ്മളവരെ പരിചയപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇങ്ങനെ മെസ്സേജുകൾ, വോയിസ് മെസ്സേജുകൾ വന്ന് കിടപ്പുണ്ട്, എനിക്ക് എൻ്റെ ജാതകം നോക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അവരോട് താഴ്മയായിട്ട് നിങ്ങളോട് എല്ലാവരോടും വീഡിയോയിൽ കൂടെ പറയുന്നു, ഞാൻ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ എൻ്റെ ഭാവം കാണുമ്പോഴോ ഞാൻ എന്തോ ഒരു ദേഷ്യത്തിൽ സംസാരിക്കുന്ന പോലെ തോന്നും. പക്ഷേ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. വ്യക്തിപരമായിട്ട് ഞാൻ ഇത്രയും നേരം ഈ വീഡിയോ എടുത്ത് ഒറ്റ ടേക്കിലാണ് എടുത്തിരിക്കുന്നത്. രണ്ടാമത് കട്ട് ചെയ്ത് എടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇക്കാര്യത്തെ പഠിച്ചിട്ട് ഒറ്റയടിക്ക് പ്രസൻറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളൊരു കാര്യം, ഒരാളിൻ്റെ ജാതകം എനിക്ക് അയച്ചു തന്നു എന്ന് വിചാരിക്കുക, നിങ്ങൾ കാണുന്ന ഒരാൾ എനിക്ക് അയച്ചു തന്നു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ ജാതകത്തെ നോക്കി അത് വിശകലനം ചെയ്ത് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് മറുപടി പറയണമെങ്കിൽ നിങ്ങളുടെ ജാതകം നോക്കാൻ 3 മണിക്കൂർ വേണം. അപ്പോൾ ഇതെന്താ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ജ്യോത്സ്യനെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ ജ്യോത്സ്യൻ്റെ വീട്ടിൽ ഒരു 10-20 പേര് കാണാനിരിപ്പുണ്ട്. ഇത്രയും ആളുകളെ ഇയാൾ 3 മണിക്കൂറിനകം വിട്ടിരിക്കും. ഞാൻ പറയുന്നു എന്താ 3 മണിക്കൂർ വേണം. അത് പഠിച്ചിട്ട് പറയണമെങ്കിൽ അത്രയും നേരം വേണം. നിങ്ങളുടെ ജാതകത്തെക്കുറിച്ച് പഠിക്കണം എന്ന് വെച്ചാൽ ജ്യോതിഷം പഠിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം എവിടെ നിൽക്കുന്നു, ചന്ദ്രൻ എവിടെ നിൽക്കുന്നു, നിങ്ങളുടെ നവാംശകം എവിടെയാണ്, ചന്ദ്രൻ്റെ നവാംശകം, വ്യാഴത്തിൻ്റെ നവാംശകം എവിടെയാണ്, അതുപോലെ തന്നെ ലഗ്നാൽ വ്യാഴം എവിടെ നിൽക്കുന്നു, ചന്ദ്രാൽ വ്യാഴം എവിടെ നിൽക്കുന്നു, ശുക്രാൽ വ്യാഴം എവിടെ നിൽക്കുന്നു, ശനി എവിടെ നിൽക്കുന്നു, ഇങ്ങനെ 12 ഗ്രഹങ്ങളെയും കുറച്ച് ഗണിച്ച് കെട്ട് വേണം നിങ്ങളോട് എന്ത് ചെയ്യാൻ, നിങ്ങളുടെ ഫലം പറയാൻ. അപ്പോൾ ഒരു ദിവസം നമുക്ക് അമ്പലത്തിലെ ജോലി 12 മണി വരെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 4 മണി കഴിയുമ്പോൾ വീണ്ടും അമ്പലത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. ഇതിൻ്റെ ഇടയ്ക്കുള്ള 4 മണിക്കൂർ കൊണ്ട് ഒരാളുടെ ജ്യോതിഷം പറയാൻ പറ്റുമോ? 3 മണിക്കൂർ വേണമെന്ന് ഞാൻ പറയുമ്പോൾ എത്ര പേരെ നോക്കാൻ പറ്റും? ഒന്നര ആളുടെ കാര്യമേ നമുക്കൊരു ദിവസം നോക്കാൻ പറ്റത്തുള്ളൂ ജ്യോതിഷം പറയാനാണെങ്കിൽ. അപ്പം നമ്മളൊരു ജ്യോതിഷനെ സമീപിക്കുമ്പോൾ ഒരാളുടെ അടുത്ത് നമ്മൾ പ്രശ്നം പറഞ്ഞുകൊണ്ട് ചെല്ലുകയാണ്, അവർ കവടി നിരത്തും. നമ്മുടെ ഇവിടെ ഉണ്ട് കവടി, നമ്മുടെ മേശയുടെ പുറത്ത് നമ്മളിങ്ങനെ വെച്ചിരിക്കുകയാണ്, കാണുന്നുണ്ടോ എന്നറിയത്തില്ല. അപ്പോൾ കവടി നിരത്തിയിട്ട് ജ്യോതിഷം നോക്കുകയാണ്. അപ്പോൾ അവരെ കുറ്റം പറയുകയല്ല. അപ്പം നിങ്ങളോട് പറയും, നിങ്ങൾക്കൊരു സർപ്പദോഷമുണ്ട്, നിങ്ങൾക്കൊരു കുടുംബദേവതാദോഷമുണ്ട്. നിൽക്കുന്ന നിപ്പിൽ 12 ദോഷം ഞാൻ പറഞ്ഞു തരാം. കുടുംബദേവതാദോഷം, കുലദേവതാദോഷം, ശത്രുദോഷം, ആഭിചാരം, ദൃഷ്ടിദോഷം, ഭ്രാക്കുദോഷം, കണ്ണീർ ദോഷം, അതുപോലെ വിളിച്ചപേക്ഷ, വേറെ ആരെങ്കിലും നിങ്ങൾക്ക് എതിരായിട്ട് ചെയ്തിരിക്കുന്ന ദോഷങ്ങൾ, ഇങ്ങനെ കുറേ ദോഷങ്ങൾ, ബ്രഹ്മരക്ഷസിൻ്റെ ദോഷങ്ങളുണ്ട്. അല്ലെങ്കിൽ 3 തലമുറ മുമ്പ് ഉണ്ടായിരുന്ന ഒരു സർപ്പക്കാവ് വെട്ടി നശിപ്പിച്ചതിൻ്റെ ദോഷമുണ്ട്. ക്ലീൻ. നിങ്ങൾ വീണവിടെ. നിങ്ങൾക്ക് പിന്നെ മറുപടി ഒന്നും പറയാനില്ല. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ കാരണം ഇതാണ്. ഞാൻ ചാർത്ത് എഴുതി തരിക. എന്താ വേണ്ടേ? ഒരു സുദർശന ഹോമം ചെയ്യണം, 1 ലക്ഷം രൂപയുടെ ചിലവാകും. അപ്പം നിങ്ങൾ അടുത്തുള്ള ബന്ധുക്കൾ ആരെങ്കിലും ആയിരിക്കും നമ്മുടെ അടുത്ത് വിട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അപ്പം ആ തിരുമേനി പണ്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് ചെയ്തതാണ്, ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളും പോയി ചെയ്യും. ചിലപ്പോൾ ഫലം ഉണ്ടാവത്തില്ല. പിന്നെ ഈ പറഞ്ഞു വിട്ട ആളും ഇവരും തമ്മിൽ തെറ്റും. അപ്പം ഇത് മറ്റേയാൾ അങ്ങനെ കള്ളം പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു ജ്യോതിഷം പെട്ടെന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ ജ്യോതിഷം നിങ്ങളുടെ ജാതകം നോക്കിയിട്ട് നിങ്ങളോട് അതിൻ്റെ മറുപടി പറയണമെങ്കിൽ കുറച്ച് സമയം പഠിച്ചിട്ട് മാത്രമേ അത് പറയാനൊക്കത്തുള്ളൂ. അപ്പം വിളിക്കുന്നവരോ മെസ്സേജ് അയക്കുന്നവരോ അത് മനസ്സിലാക്കണം. അപ്പം ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. നന്ദി, നമസ്കാരം.